സിജു, ഗുഡ് മോർണിംഗ്. എന്താണ് കാസർഗോഡിൻ്റെ സ്ഥിതി? മഴ എങ്ങനെ, അതുപോലെ അവധി, ഇത്തരം കാര്യങ്ങൾ? സിജു, സിജുവിൻ്റെ കണക്ഷനിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് കേൾക്കാം, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് റെഡ് അലർട്ടിലേക്ക് മാറിയത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലുമെല്ലാം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇടവിട്ട ശക്തമായ മഴയാണ് പെയ്യുന്നത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അല്പസമയം മഴ മാറി നിൽക്കുമെങ്കിലും അതിതീവ്രമായ മഴയാണ് പിന്നീട് വരുന്നത്. അത് ഏറെ നേരം നീണ്ടു നിൽക്കും. ഇങ്ങനെ ശക്തമായ മഴയാണ് ഇപ്പോൾ കാസർഗോഡ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ്, പുഴകളിലെയും തോടുകളിലെയും ജലനിരപ്പ് വലിയ തോതിൽ ഇന്നലെ രാത്രി ഉയർന്നിരുന്നു. ഇപ്പോൾ മഴ രാത്രി അല്പം ശമനമുണ്ടായിരുന്നതിനാൽ ജലനിരപ്പ് പതിയെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചില മേഖലകളിൽ വീടുകളിലും അതോടൊപ്പം തന്നെ ചില അമ്പലങ്ങളിലും ചെറിയ തോതിൽ വെള്ളം കയറിയിരുന്നു. അതിപ്പോൾ രാവിലത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബോട്ടുകളും വള്ളങ്ങളും ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമായ സ്ഥാനത്ത്. ഇന്നലെ നമ്മുടെ ടീം പകർത്തിയ ചില ദൃശ്യങ്ങൾ കാണാം. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ട്. അതിൽ ഒരു വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് തകർന്ന ഒരു ദൃശ്യം കണ്ടു. ഒരു കൊച്ചു കുഞ്ഞിനെയും കയ്യിലെടുത്ത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു പാലത്തിലൂടെ ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തകർ മറുകരയിലേക്ക് വരുന്നത് പോലുള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടു. ഇന്നലത്തെ സംഭവങ്ങളാവും അല്ലേ? ഇപ്പോഴത്തെ ഒരു ശക്തമായ മഴയിൽ സംഭവിച്ചതാണോ ഇതൊക്കെ? ഇന്നലെ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് കാസർഗോഡ് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. തെങ്ങ് വീണും അതോടൊപ്പം തന്നെ മരങ്ങൾ വീണും ചില മേഖലകളിൽ വീടുകൾക്ക് ഭാഗികമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വലിയ മഴക്കെടുതികൾ എന്ന രീതിയിൽ കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തില്ല. പ്ലാച്ചിക്കര മേഖലയിൽ ചൈത്രവാഹിനി പുഴ കഴിഞ്ഞ ദിവസം കരകവിഞ്ഞൊഴുകിയതിനാൽ പാലം വെള്ളത്തിനടിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയത്. മറ്റ് മേഖലകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്കോട് പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ജലനിരപ്പ് വലിയ തോതിൽ രാത്രി ഉയർന്നത്. രാത്രി ഒരു 10 മണി സമയമാകുമ്പോഴേക്കും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്കിലും രാത്രി അല്പനേരം മഴ മാറി നിന്നതിനാൽ ഈ മേഖലകളിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ വീണ്ടും ഇടവിട്ട ശക്തമായ മഴയാണ് ഓരോ മേഖലയിലും വരുന്നത്. മലയോര മേഖലയിലുള്ള യാത്രയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ കെ ഇന്ദ്രശേഖർ കാസർഗോഡ് ജില്ലയുടെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാമാണ്. റെഡ് അലർട്ടാണ്, അവധിയുണ്ട്, അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിൽക്കുന്നു. ഇതെല്ലാമാണ് ഇപ്പോൾ സിജു കണ്ണൻ സൂചിപ്പിച്ചത്.